കോൺഗ്രസിൽ സംഘപരിവാർ അനുകൂല നിലപാടിൽ പ്രതിഷേധം പുകയുന്നു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സർവകലാശാല വിസിമാർ സംഘപരിവാർ വിധേയത്വം പരസ്യമായി ആവർത്തിച്ചിട്ടും സർക്കാർ പുലർത്തുന്ന അയഞ്ഞ നിലപാടിനെ ചൊല്ലി കോൺഗ്രസിൽ പ്രതിഷേധം കടുക്കുന്നു. സർക്കാരിൽ നിന്ന് ഉറച്ച എതിർ ശബ്ദം പോലും വിസിമാരുടെ ചെയ്തികൾക്കെതിരെ ഉയരാത്തത് ഇവർക്ക് ഒത്താശ ചെയ്യുന്നതിന് തുല്യമാണെന്ന വിമർശനമാണ് പാർട്ടിയിൽ ഉയരുന്നത്. RSSനെതിരെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള തണുപ്പൻ പ്രതികരണങ്ങളാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ പോലും സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകുന്നതെന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ബദലാവ് സരൂരെ ഹേ എന്ന മുദ്രാവാക്യമായി ഡൽഹിയിൽ സെപ്റ്റംബർ 1 CPI സംഘടിപ്പിക്കുന്ന റാലിയുടെ മുന്നോടിയായി സംസ്ഥാനത്ത് ഇതിനകം നടന്നത് 1500-ലധികം പ്രാദേശിക പദയാത്രകൾ. ഇതിലെല്ലാം പതിനായിരങ്ങളാണ് റാലിയുടെ സന്തോഷമായി ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ സഞ്ചരിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിലെ ജാഥകൾ പൂർത്തിയാക്കുന്നതോടെ ജാഥകളുടെ എണ്ണം 1500-ലധികമാകും. ഡൽഹി റാലിയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരുമായി ബുക്ക് ചെയ്ത തീവണ്ടികൾ ഏകപക്ഷീയമായി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ വൻ പ്രതിഷേധമാണ് ജനങ്ങളിൽ സൃഷ്ടിച്ചത്. തിരുവോണത്തിന് 2 ദിവസം മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് ആവശ്യ വസ്തുക്കളുടെ വില കുത്തനെ ഉയരുന്നത് മലയാളികൾക്ക് തിരിച്ചടിയാകുന്നു. അരി, പച്ചക്കറി, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ, വെളിച്ചെണ്ണ എന്നിവയ്ക്കെല്ലാം വില വർദ്ധിച്ചതോടെ ഇത്തവണത്തെ ഓണം ആഘോഷിക്കാനാകുമോ എന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. മട്ട അരിക്ക് കിലോയ്ക്ക് 65 രൂപയും ബസ്മതി അരിക്ക് 150 രൂപയും വരെ വില ഉയർന്നു. വെളിച്ചെണ്ണ വില പല സ്ഥലങ്ങളിലും 300 മുതൽ 400 രൂപ വരെ എത്തി. പച്ചക്കറികൾക്കും 2 ആഴ്ചക്കിടെ 10 മുതൽ 50 രൂപ വരെ വർധനവുണ്ടായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചരിത്രം കുറിച്ച് വിവാഹപൂരം. ചിങ്ങമാസത്തിൽ ഇന്നലെ 7 മണിക്കൂറിൽ നടന്നത് 416 വിവാഹങ്ങളാണ്. ഇതോടെ 2024 സെപ്റ്റംബർ 8 നടന്ന 334 വിവാഹങ്ങളുടെ റെക്കോർഡാണ് തിരുത്തപ്പെട്ടത്. BJPയിൽ നിന്ന് രാജിവെച്ച നടൻ ദേവൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ പാർട്ടിയായ TVKയിൽ ചേരുന്നു. ദേവനും TVK നേതാക്കളുമായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. നടി പ്രിയങ്കയ്ക്ക് ഒപ്പമാണ് TVKയുടെ 2 നേതാക്കൾ ദേവന്റെ ചാലക്കുടിയിൽ വീട്ടിലെത്തി കണ്ടത്. വിജയുമായി കൂടിക്കാഴ്ച ഉടനുണ്ടാകും. ജന്തർ മന്ദറിലെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിനിടെ നൽകിയ ഉറപ്പുകൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്ത്. സർക്കാർ രാജ്യത്തെ യുവാക്കളെ വഞ്ചിക്കുകയും അവരുടെ വിശ്വാസം തകർക്കുകയും ചെയ്തുവെന്ന് CJP ആരോപിച്ചു. പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ധാരണയുടെ ഭാഗമായി നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനോ കാലതാമസം വരുത്താനോ പുനർവ്യാഖ്യാനം ചെയ്യാനോ ഉള്ള ശ്രമം അംഗീകരിക്കാനാവില്ലെന്ന് സംഘടന പ്രസ്താവനത്തിൽ വ്യക്തമാക്കി. യുവാക്കളോട് നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും CJP ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 24 യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും സംഘടന അറിയിച്ചു. ഒഡീഷയിലെ പാരാദ്വീപ് തീരത്തു നിന്നും ഏകദേശം 240 നോട്ടിക്കൽ മൈൽ അകലെ ബംഗാൾ ഉൾക്കടലിൽ പനാമ പതാകയുള്ള ചരക്ക് കപ്പൽ മുങ്ങി. ശനിയാഴ്ചയാണ് MV ഓഷ്യൻ വിനർ അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ ഉണ്ടായിരുന്ന 24 ജീവനക്കാരിൽ 2 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. 20 ചൈനീസ് പൗരന്മാരും 3 മ്യാൻമാർ സ്വദേശികളും 1 ബംഗ്ലാദേശ് പൗരനുമാണ് കപ്പലിലുണ്ടായിരുന്നത്. ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിൽ വ്യാജമദ്യം കരിച്ചതിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 13 ആയി. ചികിത്സയിലായിരുന്ന 2 പേർ കൂടി ഞായറാഴ്ച മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. 3 പേർ കൂടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ 21 പ്രതികളിൽ 13 പേരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം പുനർനിർമ്മിച്ചു. പാക് പഞ്ചാബ് പ്രവിശ്യയിലുള്ള മർക്കസ് സുബാനല്ല എന്ന കെട്ടിട സമുച്ചയമാണ് പാക് സർക്കാരിന്റെ സഹായത്തോടെ പുനർനിർമ്മിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് 15 മാസങ്ങൾക്ക് ശേഷമാണ് കെട്ടിടം പുനർനിർമ്മിച്ചത്. 2025 മെയ് 7-നായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലെ പാക് ഭീകരത കേന്ദ്രങ്ങൾ തകർത്തത്. റഷ്യയുമായുള്ള യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഉക്രൈനെ നശിപ്പിക്കുമെന്നും രാജ്യത്ത് വലിയ ഭിന്നത ഉണ്ടാക്കുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായിരിക്കും. അത് ഉക്രൈനെ പിളർത്തുന്ന ഒരു സുനാമി പോലെയായി മാറും. രാജ്യത്തെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ യുദ്ധകാലത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാം, സെലൻസ്കി പറഞ്ഞു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ്, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.